PSC മിററിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് പൊതുവിജ്ഞാനത്തിന്റെ പാർട്ട് 3 ആണ്. ഇതിന്റെ നോട്ട്സ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ഇതിനെക്കുറിച്ചുള്ള കമന്റ്സ് നിങ്ങൾ അറിയിക്കുക. നോക്കാം. ഇരുമ്പ് വേർതിരിച്ചെടുക്കുന്നത് ഏത് അയിരിൽ നിന്നാണ്? ഇരുമ്പ് വേർതിരിച്ചെടുക്കുന്നത് ഏത് അയിരിൽ നിന്നാണ്? ഹെമറ്റൈറ്റ്. ഹെമറ്റൈറ്റിൽ നിന്നാണ് ഇരുമ്പ് വേർതിരിച്ചെടുക്കുന്നത്. സോഡിയം കാർബണേറ്റ് എന്നത് ഏതിന്റെ രാസനാമമാണ്? വാഷിംഗ് സോഡ. സോഡിയം കാർബണേറ്റ് എന്നത് വാഷിംഗ് സോഡയുടെ രാസനാമമാണ്. ക്യുക്ലൈം എന്നറിയപ്പെടുന്നത് കാൽഷ്യം ഓക്സൈഡ് ആണ്. കാൽഷ്യം ഓക്സൈഡ് ആണ് ക്യുക്ലൈം എന്നറിയപ്പെടുന്നത്. കാസ്റ്റിക് പൊട്ടാഷ് എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് കാസ്റ്റിക് പൊട്ടാഷ് എന്നറിയപ്പെടുന്നത്. ജിപ്സം എന്നറിയപ്പെടുന്നത് കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ്. കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് ആണ് ജിപ്സം എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ വാതകത്തിന്റെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഹൈഡ്രജൻ വാതകത്തിന്റെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നത് ബോഷ് പ്രക്രിയ. അമോണിയയുടെ നിർമ്മാണ പ്രക്രിയയാണ് ഹേബർ പ്രോസസ്. ഹേബർ പ്രോസസ് അമോണിയയുടെ നിർമ്മാണ പ്രക്രിയയാണ്. നൈട്രിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയയാണ് ഓസ്റ്റ്വാർട്ട് പ്രോസസ്. നൈട്രിക് ആസിഡ് ഓസ്റ്റ്വാർട്ട് പ്രോസസ്. ഡൗൺ പ്രോസസ് മെറ്റാലിക് സോഡിയത്തിന്റെ നിർമ്മാണ പ്രക്രിയയാണ്. ഡൗൺസ് പ്രോസസ് എന്നറിയപ്പെടുന്നത് മെറ്റാലിക് സോഡിയത്തിന്റെ നിർമ്മാണ പ്രക്രിയയാണ്. റോക്കറ്റ് ഇന്ധനമായി ഉപയോഗിക്കുന്നത് ദ്രവ ഓക്സിജൻ ആണ്. റോക്കറ്റ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് ദ്രവ ഓക്സിജൻ ആണ്. ഒരു മൂലകത്തിന്റെ അറ്റോമിക സംഖ്യ 7 ആണ്. അതിന്റെ ന്യൂക്ലിയസ് അടങ്ങിയിരിക്കുന്നത് 7 പ്രോട്ടോണുകൾ. ഒരു മൂലകത്തിന്റെ അറ്റോമിക സംഖ്യ 7 ആണ്. അതിന്റെ ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്നത് 7 പ്രോട്ടോണുകൾ. ബീറ്റ കണങ്ങൾ എന്നറിയപ്പെടുന്നത് ഇലക്ട്രോണുകളാണ്. ഇലക്ട്രോണുകളാണ് ബീറ്റ കണങ്ങൾ എന്നറിയപ്പെടുന്നത്. ഒരു രാസസംയുക്തത്തിന്റെ സാധ്യമായ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏത്? തന്മാത്ര. തന്മാത്രയാണ് ഒരു രാസസംയുക്തത്തിന്റെ സാധ്യമായ ഏറ്റവും ചെറിയ യൂണിറ്റ്. പൊട്ടാസ്യത്തിന്റെ അറ്റോമിക നമ്പർ 19 ആണെങ്കിൽ N ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും? 1. പൊട്ടാസ്യത്തിന്റെ അറ്റോമിക നമ്പർ 19 ആണെങ്കിൽ N ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണ്. ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത സംയുക്തം ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത സംയുക്തമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആവർത്തന പട്ടികയിൽ 3-ാം ഗ്രൂപ്പിൽ ഉൾപ്പെട്ട അലുമിനിയത്തിന്റെ ഓക്സൈഡിന്റെ തന്മാത്രാവാക്യം ഏതാണ്? Al2O3. ആവർത്തന പട്ടികയിൽ 3-ാം ഗ്രൂപ്പിൽ ഉൾപ്പെട്ട അലുമിനിയത്തിന്റെ ഓക്സൈഡിന്റെ തന്മാത്രാവാക്യമാണ് Al2O3. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന ഇരുമ്പ് അറിയപ്പെടുന്നത് എന്താണ്? ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന ഇരുമ്പ് അറിയപ്പെടുന്നത് പിഗ് അയൺ. പിഗ് അയൺ എന്നാണ് അറിയപ്പെടുന്നത്. ബോയിൽ നിയമം പ്രതിപാദിക്കുന്നത് ഏതൊക്കെ തമ്മിലുള്ള ബന്ധമാണ്? ബോയിൽ നിയമം പ്രതിപാദിക്കുന്നത് മർദ്ദവും ഊഷ്മാവും തമ്മിലുള്ള ബന്ധമാണ്. മർദ്ദവും ഊഷ്മാവും തമ്മിലുള്ള ബന്ധമാണ് ബോയിൽ നിയമം പ്രതിപാദിക്കുന്നത്. മർദ്ദം കൂടുന്നതനുസരിച്ച് ഒരു ദ്രാവകത്തിന്റെ തിളനില കൂടുന്നു. മർദ്ദം കൂടുന്നതനുസരിച്ച് ഒരു ദ്രാവകത്തിന്റെ തിളനില കൂടുന്നു. എല്ലാത്തരം സ്റ്റീലിലും അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതെല്ലാമാണ്? എല്ലാത്തരം സ്റ്റീലിലും അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളാണ് കാർബൺ, അയൺ. കാർബണും അയണുമാണ് എല്ലാത്തരം സ്റ്റീലിലും അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ. ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം ഏതിന്റെ സാന്നിധ്യമാണ്? ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം കാൽസ്യം ഹൈഡ്രജൻ കാർബണേറ്റ് ആണ്. കാൽസ്യം ഹൈഡ്രജൻ കാർബണേറ്റ് ആണ് ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം. ഇലക്ട്രോൺ നേടുന്ന പ്രക്രിയയാണ് റിഡക്ഷൻ. ഇലക്ട്രോൺ നേടുന്ന പ്രക്രിയയാണ് റിഡക്ഷൻ. പോളിത്തീൻ പ്ലാസ്റ്റിക്കിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ചുവടെ പറയുന്നവയിൽ ഏതാണ്? പോളിത്തീൻ പ്ലാസ്റ്റിക്കിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ചുവടെ പറയുന്നവയിൽ ഏതാണ്? എഥിലീൻ. എഥിലീൻ ആണ് പോളിത്തീൻ പ്ലാസ്റ്റിക്കിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ട്രാൻസ്ഫോമറുകളുടെ ഉപയോഗം ചുവടെ പറയുന്നവയിൽ ഏതാണ്? ട്രാൻസ്ഫോമറുകളുടെ ഉപയോഗം ചുവടെ പറയുന്നവയിൽ AC വോൾട്ടേജ് ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുന്നതിനാണ് ട്രാൻസ്ഫോമറുകൾ ഉപയോഗിക്കുന്നത്.
തെരുവ് വിളക്കുകളിൽ പ്രകാശം ലഭിക്കുന്നതിനായി ബൾബുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഏത് രീതിയിലാണ്? സമാന്തര രീതിയിൽ. സമാന്തര രീതിയിലാണ് തെരുവ് വിളക്കുകളിൽ പ്രകാശം ലഭിക്കുന്നതിനായി ബൾബുകൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഡൈനാമോയുടെ പ്രവർത്തനം അടിസ്ഥാനമാക്കിയിരിക്കുന്ന തത്വം ഏതാണ്? ഊർജത്തെ പരിവർത്തനം ചെയ്യുക. ഒരു ഡൈനാമോയുടെ പ്രവർത്തനം അടിസ്ഥാനമാക്കിയിരിക്കുന്ന തത്വമാണ് ഊർജത്തെ പരിവർത്തനം ചെയ്യുക. ഒരു കാന്തത്തിന്റെ കാന്തിക ശക്തി നഷ്ടപ്പെടാനിടയാക്കുന്ന സാഹചര്യം ചുവടെ പറയുന്നവയിൽ ഏതാണ്? ചുറ്റിക ഉപയോഗിച്ച് കാന്തത്തെ ശക്തിയായി അടിച്ചു പരത്തുക. ചുറ്റിക ഉപയോഗിച്ച് കാന്തത്തെ ശക്തിയായി അടിച്ചു പരത്തുക. പ്രോട്ടോണിന്റെ പോസിറ്റീവ് ചാർജിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജിന് തുല്യമാണ്. പ്രോട്ടോണിന്റെ പോസിറ്റീവ് ചാർജിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജിന് തുല്യമാണ്. മാക്സ് പ്ലാങ്ക് എന്ന ശാസ്ത്രജ്ഞന്റെ പേരുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം ചുവടെ പറയുന്നവയിൽ ഏതാണ്? മാക്സ് പ്ലാങ്ക് എന്ന ശാസ്ത്രജ്ഞന്റെ പേരുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം ചുവടെ പറയുന്നവയിൽ ഏതാണ്? ക്വാണ്ടം സിദ്ധാന്തം. ഒരു വ്യക്തിക്ക് കണ്ണിൽ നിന്നും 75 സെന്റിമീറ്റർ അടുത്തുവരെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. ചുവടെ പറയുന്നവയിൽ ഏത് നേത്രരോഗമാണ് ആയതിന് കാരണമാവുന്നത്? ഹൈപ്പർ മെട്രോപ്പിയ. പ്രായം കൂടുമ്പോൾ കണ്ണിന്റെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന നേത്രരോഗമാണ് ഡാഷ്. തിമിരം. തിമിരമാണ് പ്രായം കൂടുമ്പോൾ കണ്ണിന്റെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന നേത്രരോഗം. ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? പ്രകാശത്തിന് ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയില്ല. പ്രകാശത്തിന് ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയില്ല. ശരിയായ പ്രസ്താവനകളാണ്: പ്രകാശം ശബ്ദത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്നു. പ്രകാശം ശബ്ദത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്നു. പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. പ്രകാശത്തിന് ഭാരമില്ല. പ്രഭാതത്തിൽ സൂര്യന്റെ ചൂട് ഉച്ച സമയത്ത് അനുഭവപ്പെടുന്ന സൂര്യന്റെ ചൂടിനേക്കാൾ താരതമ്യേന കുറവായിരിക്കുന്നതിന് കാരണം? സൂര്യന്റെ പ്രകാശരശ്മികൾക്ക് രാവിലെ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതായി വരുന്നു. പ്രഭാതത്തിൽ സൂര്യന്റെ ചൂട് ഉച്ച സമയത്ത് അനുഭവപ്പെടുന്ന സൂര്യന്റെ ചൂടിനേക്കാൾ താരതമ്യേന കുറവായിരിക്കുന്നതിന് കാരണം സൂര്യന്റെ പ്രകാശരശ്മികൾക്ക് രാവിലെ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതായി വരുന്നു. ചുവടെ പറയുന്നവയിൽ സ്വയം പ്രകാശിക്കാത്തതിന് ഏതാണ്? ചുവടെ പറയുന്നവയിൽ സ്വയം പ്രകാശിക്കാത്തത് ഏതാണ്? ചന്ദ്രൻ. ചന്ദ്രനാണ് സ്വയം പ്രകാശിക്കാത്തത്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം നക്ഷത്രങ്ങളിലേക്കുള്ള ദൈർഘ്യവും അന്തരീക്ഷ വായുവിന്റെ സാന്ദ്രതയിലുള്ള വ്യതിയാനങ്ങളും. നക്ഷത്രങ്ങളിലേക്കുള്ള ദൈർഘ്യവും അന്തരീക്ഷ വായുവിന്റെ സാന്ദ്രതയിലുള്ള വ്യതിയാനങ്ങളും. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രതിഭാസം? പൂർണ്ണാന്തരിക പ്രതിഫലനം അഥവാ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. പൂർണ്ണാന്തരിക പ്രതിഫലനം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം പൂർണ്ണാന്തരിക പ്രതിഫലനം. മിറാഷ് എന്ന പ്രതിഭാസത്തിന് കാരണമാകുന്നത് എന്ത്? ഉയരം കൂടുന്നതനുസരിച്ച് അന്തരീക്ഷത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വർദ്ധിക്കുന്നതാണ് മിറാഷ് ഉണ്ടാകുന്നതിന് കാരണം. ഉയരം കൂടുന്നതനുസരിച്ച് അന്തരീക്ഷത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വർദ്ധിക്കുന്നത്. ഒരു ഗ്ലാസ് സ്ലാബിൽ കൂടി ചുമപ്പ് പ്രകാശം കടന്നുപോയാൽ മാറ്റം സംഭവിക്കുന്നത് ഏതിനാണ്? ഒരു ഗ്ലാസ് സ്ലാബിൽ കൂടി ചുമപ്പ് പ്രകാശം കടന്നുപോയാൽ മാറ്റം സംഭവിക്കുന്നത് ഏതിനാണ്? തരംഗ ദൈർഘ്യത്തിന്. താപോർജം സഞ്ചരിക്കുന്നതിന് ആവശ്യമായ മാധ്യമം ഏതാണ്? മാധ്യമം ആവശ്യമില്ല. താപോർജത്തിന് സഞ്ചരിക്കുന്നതിന് മാധ്യമം ആവശ്യമില്ല. പ്രാഥമിക വർണ്ണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മഞ്ഞ. മഞ്ഞയാണ് പ്രാഥമിക വർണ്ണങ്ങളിൽ ഉൾപ്പെടാത്തത്. പ്രാഥമിക വർണ്ണങ്ങളാണ് ചുമപ്പ്, പച്ച, നീല. ചുമപ്പ്, പച്ച, നീലയാണ് പ്രാഥമിക വർണ്ണങ്ങൾ. കൂളോം എന്നത് ഏതിന് തുല്യമാണ്? കൂളോം എന്നത് 1 ആംപിയർ 1 സെക്കൻഡ്. കൂളോം എന്നത് ഏതിന് തുല്യമാണ്? 1 ആംപിയർ × 1 സെക്കൻഡ്.
ഒരു ചാലകത്തിന്റെ ഊഷ്മാവ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ പ്രതിരോധം കൂടുന്നു. ഒരു ചാലകത്തിന്റെ ഊഷ്മാവ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ പ്രതിരോധം കൂടുന്നു. കാഥോഡ് രശ്മികൾ എന്നറിയപ്പെടുന്നത്. ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് കാഥോഡ് രശ്മികൾ എന്നറിയപ്പെടുന്നത്. ചുവടെ പറയുന്നവയിൽ സദിശ അളവുകൾ അല്ലാത്തത്. സദിശ അളവുകൾ നോക്കാം. പ്രവേഗം, ത്വരണം, ബലം. പ്രവേഗം അഥവാ വെലോസിറ്റി, ത്വരണം അഥവാ ആക്സിലറേഷൻ, ബലം അഥവാ ഫോഴ്സ് ആണ് സദിശ അളവുകൾ എന്നറിയപ്പെടുന്നത്. ഒരു വലിയ മഞ്ഞുമലയുടെ അടിഭാഗമാണ് എല്ലായ്പ്പോഴും ഉരുകുന്നത്. മുകൾ ഭാഗം ഉരുകുന്നില്ല. അതിന് കാരണം ഉയർന്ന മർദ്ദം കാരണം മഞ്ഞുമലയുടെ അടിഭാഗത്തെ ദ്രവണാങ്കം കുറവായതുകൊണ്ട്. ഉയർന്ന മർദ്ദം കാരണം മഞ്ഞുമലയുടെ അടിഭാഗ ദ്രവണാങ്കം കുറവായതുകൊണ്ടാണ് ഒരു വലിയ മഞ്ഞുമലയുടെ അടിഭാഗം എല്ലായ്പ്പോഴും ഉരുകുന്നത്. 20 ഡിഗ്രി സെൽഷ്യസ് ഉള്ള 50 ഗ്രാം ജലവും 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള 50 ഗ്രാം ഐസും തമ്മിൽ ചേർന്ന മിശ്രിതത്തിന്റെ ഊഷ്മാവ് എത്രയായിരിക്കും? 0 ഡിഗ്രി സെൽഷ്യസ്. ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം അനുസരിച്ച് ഏതൊരു പ്രവർത്തനത്തിനും സമവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ലഭ്യമായ ബലം 0ന് തുല്യമല്ല. കാരണം വ്യത്യസ്ത വസ്തുക്കളിൽ പ്രയോഗിക്കുന്നതുകൊണ്ട്. ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം അനുസരിച്ച് ഏതൊരു പ്രവർത്തനത്തിനും സമവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ലഭ്യമായ ബലം 0ന് തുല്യമല്ല. കാരണം വ്യത്യസ്ത വസ്തുക്കളിൽ പ്രയോഗിക്കുന്നതുകൊണ്ട്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് പവറിന്റെ യൂണിറ്റ്? 2, 3 എന്നിവയാണ് ആൻസർ. ജൂൾ പെർ സെക്കൻഡും വാട്ടും. ജൂൾ പെർ സെക്കൻഡും വാട്ടുമാണ് പവറിന്റെ യൂണിറ്റ്. ലേസർ രശ്മികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന നോക്കാം. ലേസർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. ലേസർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഗാൽവനൈസ്ഡ് അയൺ എന്നത് ഏതിന്റെ ആവരണമാണ്? ഗാൽവനൈസ്ഡ് അയൺ എന്നത് ഏതിന്റെ ആവരണമാണ്? സിങ്കിന്റെ ആവരണമാണ് ഗാൽവനൈസ്ഡ് അയൺ എന്ന് പറയുന്നത്. ഐസ് നിറച്ച ഒരു ഗ്ലാസ് ടംബ്ലറിന്റെ ഉപരിതലത്തിൽ ജലകണികകൾ കാണപ്പെടുന്നതിന് കാരണം. ഐസ് നിറച്ച ഒരു ഗ്ലാസ് ടംബ്ലറിന്റെ ഉപരിതലത്തിൽ ജലകണികകൾ കാണപ്പെടുന്നതിന് കാരണം ടംബ്ലറിന്റെ തണുത്ത ഉപരിതലവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ വായുവിലൂടെ ജലാംശം ജലകണികകളായി ഘനീഭവിക്കുന്നത്. ടംബ്ലറിന്റെ തണുത്ത ഉപരിതലവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ വായുവിലൂടെ ജലാംശം ജലകണികകളായി ഘനീഭവിക്കുന്നത്. ഒരു ഇസ്തിരിപ്പെട്ടിയുടെ ഹീറ്റർ നിർമ്മിച്ചിരിക്കുന്നത് ഏത് മൂലകം കൊണ്ടാണ്? നിക്രോം. ഒരു ഇസ്തിരിപ്പെട്ടിയുടെ ഹീറ്റർ നിർമ്മിച്ചിരിക്കുന്നത് നിക്രോം കൊണ്ടാണ്. ഒരു ട്രാൻസിസ്റ്ററിന്റെ പ്രവർത്തനം ചുവടെ പറയുന്നവയിൽ ഏത് രീതിയിലാണ്? തെർമോയോണിക് വാൽവ്. ഒരു ട്രാൻസിസ്റ്ററിന്റെ പ്രവർത്തനം ചുവടെ പറയുന്നവയിൽ ഏത് രീതിയിലാണ്? തെർമോയോണിക് വാൽവ്. ഇലക്ട്രിക് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണം ചുവടെ പറയുന്നവയിൽ ഏതാണ്? ഡൈനാമോ. ഇലക്ട്രിക് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണം ചുവടെ പറയുന്നവയിൽ ഡൈനാമോയാണ്. അനുപ്രസ്ഥ തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്തത് ചുവടെ പറയുന്നവയിൽ ഏതിലാണ്? അനുപ്രസ്ഥ തരംഗങ്ങൾ അഥവാ ട്രാൻസ്വേഴ്സ് വേവ്സ് സഞ്ചരിക്കാൻ കഴിയാത്തത് ചുവടെ പറയുന്നവയിൽ ഏതിലാണ്? ഹൈഡ്രജൻ വാതകം. ഇരുമ്പ് ദണ്ട്, നിവർത്തിയ നൈലോൺ ചരട്, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എന്നിവയിലൂടെ അനുപ്രസ്ഥ തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയും. എർത്തിങ് ചാലങ്ങൾ എല്ലാ കെട്ടിടങ്ങളിലും സ്ഥാപിക്കുന്നതിന് കാരണം. എർത്തിങ് ചാലങ്ങൾ അഥവാ പോയിന്റഡ് എർത്തഡ് കണ്ടക്ടേഴ്സ് എല്ലാ കെട്ടിടങ്ങളിലും സ്ഥാപിക്കുന്നതിന് കാരണം മേഘങ്ങളിലെ വൈദ്യുത ചാർജിനെ സ്വീകരിച്ച് ഭൂമിയിലേക്ക് കടത്തിവിടുന്നതിന്. മേഘങ്ങളിലെ വൈദ്യുത ചാർജിനെ സ്വീകരിച്ച് ഭൂമിയിലേക്ക് കടത്തിവിടുന്നതിന്. ഗാർഹിക ഉപയോഗത്തിനുള്ള വൈദ്യുതോർജ്ജത്തിന്റെ അളവ് കണക്കുന്ന യൂണിറ്റാണ് കിലോവാട്ട് അവർ. ഗാർഹിക ഉപയോഗത്തിനുള്ള വൈദ്യുതോർജ്ജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റാണ് കിലോവാട്ട് അവർ.